ലഭിക്കുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക്. ശബരിമലയിൽ വാജിവാഹനം തന്ത്രി കൊണ്ടുപോയതിൽ കേസിന് സാധ്യത തേടിയ SIT സംഘം. വാജിവാഹനം കൈമാറിയ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുക്കും. വാജിവാഹനത്തിലെ കണ്ടെത്തലുകൾ കോടതിയെ അറിയിക്കും. കേസെടുക്കുന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതാണ്. വിശദാംശങ്ങളുമായി VS അനു ചേരുന്നുണ്ട്. VS അനു, കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡ് ഉത്തരവ് പുറത്തു വന്നിരുന്നു. ചട്ടലംഘനം നടന്നതായി അതിൽ വ്യക്തമായിരുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ നീക്കം? ഗൗതം, ഈ വാജിവാഹനം കൊടുത്തുവിട്ടതിൽ വലിയ തരത്തിലുള്ള ചട്ടലംഘനമുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നലെ തന്നെ ആ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായതാണ്. ഇനിയിപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത തേടുകയാണ് SIT. പക്ഷേ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കേണ്ട നീക്കങ്ങളെല്ലാം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ അത് ഈ പറയുന്ന ഹൈക്കോടതി ധരിപ്പിക്കാനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. ഏതായാലും ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ അജയ് തറയിലിന്റെ മൊഴി എടുക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം 2012 ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ദേവസ്വം ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഈ വാജിവാഹനം കൊടുത്തുവിട്ടത്. ഇത് തിരികെ കൊണ്ടുവന്നതായിട്ട് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാമെന്ന് സന്നദ്ധത അറിയിച്ചത് ഈ പറയുന്ന വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് SITയുടെ നീക്കം. ഏതായാലും കേസെടുക്കണമെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കേസ് ഉണ്ടാവുകയുള്ളൂ. ശരി, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും കേസിനുള്ള സാധ്യത തേടുകയാണ് SIT.